ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ഇതുവരെ പഠിച്ചത് യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് സെൻറ്റൻസുകൾ നോക്കാവേ. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളോടൊക്കെ എപ്പോഴും പറയാറുള്ളതാണല്ലേ, ഫോണിൽ കളിക്കരുത്. ഫോണിൽ കളിക്കരുത്, അരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഡോണ്ട് എന്നാണ്. അപ്പോൾ ഫോണിൽ കളിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? ഡോണ്ട് പ്ലേ ഓൺ യുവർ ഫോൺ. ഡോണ്ട് പ്ലേ ഓൺ യുവർ ഫോൺ. ഫോണിൽ കളിക്കരുത്. നെക്സ്റ്റ്, വെള്ളം എടുക്കരുത്. വെള്ളം എടുക്കരുത്. വെള്ളം എടുക്കരുത്. എടുക്കുക ടേക്ക് ആണല്ലേ. അപ്പം എങ്ങനെ പറയാ? ഡോണ്ട് ടേക്ക് വാട്ടർ. ഡോണ്ട് ടേക്ക് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എടുക്കരുത് എന്നാണ്. അവിടെ പോകരുത്. അവിടെ പോകരുത്. പോവുക ഗോ. അരുത് ഡോണ്ട്. അപ്പം ഡോണ്ട് ഗോ ദർ. ഡോണ്ട് ഗോ ദർ. അവിടെ പോകരുത്. അതിൽ എഴുതരുത്. ഇപ്പം എന്തെങ്കിലും ഒരു സാധനമാണ്, അതിപ്പോൾ അതിൽ എഴുതി കഴിഞ്ഞാൽ അത് വൃത്തികേടാകും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളൊക്കെ പറയാറുണ്ട് അതിൽ എഴുതരുത് എന്നുള്ളത് അല്ലേ. ഡോണ്ട് റൈറ്റ് ഓൺ ഇറ്റ്. ഡോണ്ട് റൈറ്റ് ഓൺ ഇറ്റ്. അതിൽ എന്നുണ്ട് അല്ലേ, അതായത് അതിന്മേൽ എഴുതരുത് എന്നാണ്. അതുകൊണ്ടാണ് അവിടെ ഓൺ ഇറ്റ് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഡോണ്ട് റൈറ്റ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എഴുതരുത് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ്, അങ്ങനെ പറയല്ലേ. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമുക്കത് വിഷമായിട്ടോ അല്ലെങ്കിൽ അവർക്കത് വിഷമാകുമെന്ന് കരുതിയിട്ടോ നമ്മൾ പറയാറുണ്ട് അങ്ങനെ പറയല്ലേ എന്നെങ്ങനെ പറയാം? ഇവിടെ ഈ അങ്ങനെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സോ എന്ന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡോണ്ട് സേ. ഇവിടെ അങ്ങനെ പറയല്ലേ എന്നാണ്. നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ ഡോണ്ട് സേ സോ എന്ന് പറയാം. ഡോണ്ട് സേ സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയല്ലേ എന്നാണ്. ഇനി ഡോണ്ട് സേ ദാറ്റ് എന്നും പറയാം. ഡോണ്ട് സേ ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയല്ലേ എന്നാണ്. അപ്പം അങ്ങനെ എന്ന് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ സോ എന്ന് യൂസ് ചെയ്യും. സോ ഡോണ്ട് സേ സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയല്ലേ. ഇനി അങ്ങനെ പറയല്ലേ അല്ലെങ്കിൽ അത് പറയല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡോണ്ട് സേ ദാറ്റ് എന്നും യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറയാറുണ്ട് നീ ദേഷ്യപ്പെടല്ലേ. പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഒരാൾ ക്ഷമയുള്ള ആളാണ്, ഒരാളൊട്ടും ക്ഷമയില്ലാത്ത ആളാണ്. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ പറയാറില്ലേ നീ ദേഷ്യപ്പെടല്ലേ. നീ ദേഷ്യപ്പെടല്ലേ. ഇവിടെയും നെഗറ്റീവ് സെൻറ്റൻസ് ആണല്ലേ. ഡോണ്ട് യു ബി ആംഗ്രി. ഡോണ്ട് യു ബി ആംഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ദേഷ്യപ്പെടല്ലേ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ്, നീ കരയല്ലേ. നീ കരയല്ലേ. ഡോണ്ട് യു ക്രൈ. ഡോണ്ട് യു ക്രൈ. നീ കരയല്ലേ. ഇതൊക്കെ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ആണല്ലേ. ഓക്കെ, നെക്സ്റ്റ്, അവൻ പറഞ്ഞില്ലേ. അവൻ പറഞ്ഞില്ലേ എന്നാണ്. ഇത് പാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡിഡിൻ ഹീ സേ. അവൻ എന്ന സബ്ജക്റ്റ് ആണല്ലേ. ഡിഡിൻ ഹീ സേ. അവൻ പറഞ്ഞില്ലേ. ഓക്കെ, ഞാൻ വാങ്ങി. ഞാൻ വാങ്ങി. സിമ്പിൾ പാസ്റ്റ് ആണ്. ഞാൻ വാങ്ങി. ഐ ബോട്ട്. ബൈൻ്റെ പാസ്റ്റ് ബോട്ടാണ്. സോ ഐ ബോട്ട്. ഞാൻ വാങ്ങി. ഞാൻ പഠിച്ചു. സിമ്പിളാണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. എങ്ങനെ പറയും എന്നുള്ളത് കമൻ്റ് അറിയിക്കുക കേട്ടോ. ഞാൻ പഠിച്ചു. നിങ്ങൾ കമൻ്റിൽ അറിയിക്കുക. അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ പഠിച്ചു എന്നുള്ള ആ ഒരു സെൻറ്റൻസ് കമൻ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.